നമസ്കാരം സുഹൃത്തുക്കളെ, ഒരു ചെറിയ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിംഗ് പരിശീലനത്തിനുള്ള എക്സസൈസിലേക്ക് സ്വാഗതം. ഈ എക്സസൈസ് പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് ഇവ ചെയ്യുവാൻ സാധിക്കും. ട്രാൻസ്ഫോമർ കോറുകൾ ഡിസ്മാന്റിൽ ചെയ്ത് പ്രൈമറി സെക്കൻഡറി വൈൻഡിംഗ് വയറുകളുടെ സൈസ് നിർണ്ണയിക്കുക. പ്രൈമറി സെക്കൻഡറി വൈൻഡിംഗുകൾ ബോബിന് മുകളിലൂടെ വൈൻഡ് ചെയ്യുക. കോറുകൾ അടുക്കി ഒരു ടെർമിനൽ ബോർഡിൽ വൈൻഡിംഗ് അവസാനിപ്പിക്കുന്ന രീതിയിൽ ടെർമിനേറ്റ് ചെയ്യുക. ഇൻസുലേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, പെർഫോമൻസ് എന്നിവയ്ക്കായി ട്രാൻസ്ഫോമർ പരിശോധിക്കുക. ഈ പ്രാക്ടിക്കലിന് ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും നമുക്ക് ശേഖരിക്കാം. സിസർ, സ്റ്റീൽ റൂൾ, ഫേമർ ചിസൽ, ഹാമർ ബോൾ പെൻ, അയൺ സോൾഡറിംഗ്, ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ്, മാലറ്റ് ഹാർഡ്വുഡ്, നൈലോൺ മാലറ്റ്, ഡബിൾ ബ്ലേഡഡ് നൈഫ്, സൂപ്പർ ഇനാമൽഡ് കോപ്പർ വയേഴ്സ്, എംപയർ സ്ലീവ്സ്, എയർ ഡ്രൈ വാർണിഷ്, റെസിൻ കോർ സോൾഡർ, സോൾഡറിംഗ് പേസ്റ്റ്, സ്മൂത്ത് എമറി പേപ്പർ, ഫാബ്രിക് ബേസ്ഡ് ഫൈബർ ഷീറ്റ്, കോട്ടൺ ക്ലോത്ത്. റീവൈൻഡിങ്ങിനായി ട്രാൻസ്ഫോമർ ഡിസ്മാന്റിൽ ചെയ്യുക. നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ ടേബിളിൽ കുറിച്ചെടുക്കുക. ട്രാൻസ്ഫോമറിന്റെ എൻഡ് കണക്ഷൻ ടെർമിനൽ മാർക്കിംഗ് ചെയ്യുക. ലീഡുകൾ സോൾഡർ ചെയ്യുക. അവ കോറിൽ ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ടെർമിനൽ സ്ട്രിപ്പുകൾ നീക്കം ചെയ്യുക. കോർ അസംബ്ലിയുടെ നട്ടുകൾ അഴിക്കുക. സ്ക്രൂകൾ ഉണ്ടെങ്കിൽ അവ നീക്കം ചെയ്യുക. കോറിൽ ഘടിപ്പിച്ചിരിക്കുന്ന ക്ലാമ്പുകൾ നീക്കം ചെയ്യുക. ഒരു നൈലോൺ മാലറ്റ് ഉപയോഗിച്ച് ട്രാൻസ്ഫോമർ കോർ മൃദുവായി ടാപ്പ് ചെയ്യുക. അങ്ങനെ കോർ അയയും. ഒരു ഹൈലം അല്ലെങ്കിൽ ഫൈബർ കത്തി ഉപയോഗിച്ച് കോറിന്റെ മധ്യഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന സ്റ്റാമ്പിംഗ്സ് നീക്കം ചെയ്യുക. കോർ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ സ്റ്റാമ്പിംഗ്സ് വളവുകളില്ലാതെ നേരെ പുറത്തെടുക്കുന്നത് കാണാം. എല്ലാ സ്റ്റാമ്പിംഗും നീക്കം ചെയ്ത് ഇനി പറയുന്ന ടേബിളിൽ രേഖപ്പെടുത്തുക. കോറിന്റെ തരം, ഷേപ്പിന്റെ സ്റ്റാമ്പിങ്ങുകളുടെ എണ്ണം. ഒരു തുണി ഉപയോഗിച്ച് ബോബിനും വൈൻഡിങ്ങും തുടയ്ക്കുക. ഇൻസുലേഷൻ ഉൾപ്പെടെയും അല്ലാതെയും പട്ടികയിൽ കോയിലിന്റെ അളവുകൾ രേഖപ്പെടുത്തുക. വൈൻഡിങ്ങുകളുടെ ഉയരവും നീളവും പരിശോധിക്കാൻ ഒരു ടൈം പ്ലേറ്റ് തയ്യാറാക്കുക. വൈൻഡിംഗ് ശ്രദ്ധാപൂർവം അഴിച്ചെടുക്കുക. അഴിച്ചെടുക്കൽ പ്രക്രിയയിൽ എല്ലാ വിശദാംശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ റെക്കോർഡിലെ മുകളിൽ പറഞ്ഞ കണ്ടെത്തലുകളിൽ നിന്ന് ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി സെക്കൻഡറി സൈഡുകളുടെ ഒരു സ്കിമാറ്റിക് ഡയഗ്രാം വരയ്ക്കുക. ബോബിൻ വൃത്തിയാക്കുക. കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ അതേ ബോബിൻ ഉപയോഗിക്കാം. ബോബിൻ തയ്യാറാക്കൽ. ബോബിന്റെ അളവുകൾ എടുത്ത് ടേബിളിൽ രേഖപ്പെടുത്തുക. ട്രാൻസ്ഫോമറിന്റെ റീവൈൻഡിംഗ് വൈൻഡിംഗ് മെഷീനുകളുടെ രൂപകൽപ്പനയെ ആശ്രയിച്ച് തയ്യാറാക്കിയ ബോബിന് അനുയോജ്യമായ ഒരു മാൻഡ്രൽ ടൈ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ കാണിച്ചിരിക്കുന്നതുപോലെ ഒരു വുഡൻ ബ്ലോക്ക് തയ്യാറാക്കുക. വൈൻഡിംഗ് മെഷീനിൽ മാൻഡ്രൽ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക് ക്ലാമ്പ് ചെയ്യുക. മാൻഡ്രൽ അല്ലെങ്കിൽ വുഡൻ ബ്ലോക്ക് ക്ലാമ്പ് ചെയ്യുമ്പോൾ ഒരു സാഹചര്യത്തിലും വൈൻഡിംഗ് സമയത്ത് വർക്ക് അയഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫാസ്റ്റനറുകളുടെ സഹായത്തോടെ വൈൻഡിംഗ് മെഷീന്റെ മാൻഡ്രലിൽ ബോബിൻ ടൈറ്റായി ഘടിപ്പിക്കുക. അങ്ങനെ ബോബിൻ പ്ലേ ഇല്ലാതെ മാൻഡ്രലിനൊപ്പം കറങ്ങുന്നു. ഫ്രിക്ഷൻ ഡ്രൈവ് വഴിയോ ഗിയർ മാറ്റുന്നതിലൂടെയോ തിരഞ്ഞെടുത്ത വൈൻഡിംഗ് വയർ സൈസിന് അനുയോജ്യമായ രീതിയിൽ വൈൻഡിംഗ് മെഷീന്റെ ഫീഡ് ക്രമീകരിക്കുക. വൈൻഡിംഗ് മെഷീൻ ഗൈഡുകളുടെ ട്രാൻസ്വേഴ്സ് ഫീഡ് ക്രമീകരിക്കുക. അങ്ങനെ ബോബിന്റെ ഇന്നർ സൈഡിന്റെ നീളം ഒറിജിനലിലെന്ന പോലെ കോയിലിന്റെ വലുപ്പവുമായി തുടരും. ഫൈനൽ സെറ്റിംഗ്സ് റെഡിയാക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിരവധി പരീക്ഷണങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഒരു വേസ്റ്റ് പേപ്പറോ തുണിയോ കോർ ഇൻസുലേഷനായി ബോബിനിൽ സുഗമമായും ചുരുക്കില്ലാതെയും വയ്ക്കുക. തിരഞ്ഞെടുത്ത വൈൻഡിങ്ങിന്റെ തുടക്കത്തിലും അവസാനത്തിലും കണക്റ്റിംഗും ലീഡും സ്ലീവും സോൾഡർ ചെയ്യുക. ബോബിന്റെ ഒരറ്റത്ത് ലീഡ് വയർ സ്ഥാപിച്ച് ബോബിൻ ഫ്ലാഞ്ച് ഔട്ട്ലെറ്റിലൂടെ എടുത്ത് സ്ലിപ്പാകാതിരിക്കാൻ ഒരു കെട്ട് കൊടുക്കുക. വൈൻഡിംഗ് വയറിന് മതിയായ കനം ഉണ്ടെങ്കിൽ കണക്റ്റിംഗ് ലീഡ് വയർ സോൾഡറിംഗ് ആവശ്യമില്ല. ഒറിജിനൽ പോലെ ബോബിനുള്ളിൽ കോയിലിന്റെ നീളം നല്ലതാണോ എന്ന് പരിശോധിക്കാൻ വൈൻഡിംഗ് ആരംഭിച്ച് ഒരു ലെയറിലെങ്കിലും പൂർത്തിയാക്കുക. ഇല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ഫീഡ് വീണ്ടും ക്രമീകരിക്കുക. ഇതിനകം എടുത്ത ഡാറ്റ അനുസരിച്ച് ഇടയിലുള്ള ഇൻസുലേഷൻ ഓരോ ലെയറിലും നിശ്ചിത എണ്ണം ടേൺസ് നൽകിക്കൊണ്ട് ലെയർ ബൈ ലെയർ വൈൻഡിംഗ് ആരംഭിക്കുകയും തുടരുകയും ചെയ്യുക. നിശ്ചിത എണ്ണം ടേൺസിന് ശേഷം അറ്റത്ത് ലീഡ് സോൾഡർ ചെയ്ത് ബോബിൻ ഫ്ലാഞ്ച് ഔട്ട്ലെറ്റിലൂടെ പുറത്തെടുക്കുക. ഒരു കോയിലിന് നിരവധി വൈൻഡിംഗ് ടാപ്പുകൾ ഉണ്ടെങ്കിൽ ഒരിക്കലും വയർ മുറിക്കരുത്. പകരം ഒരു നീണ്ട ലൂപ്പിലേക്ക് മടക്കി വയർ കൊണ്ടുപോയി വൈൻഡിംഗ് തുടരുക. ലൂപ്പ് ചെയ്ത വയർ പിന്നീട് ഇൻസുലേഷൻ കോയിലിന് പുറത്ത് ബന്ധിപ്പിക്കുകയും ചെയ്യാം. പ്രൈമറി വൈൻഡിംഗ് പരിശോധിച്ച ശേഷം എടുത്ത ഡാറ്റ അനുസരിച്ച് മതിയായ ഇൻസുലേഷൻ ഉപയോഗിച്ച് വൈൻഡിംഗ് പൊതിയുക.
അനുയോജ്യമായ ഒരു സെക്കൻഡറി വൈൻഡിംഗ് വയർ തിരഞ്ഞെടുക്കുക. ഇതിനകം എടുത്ത ഡാറ്റ ഉപയോഗിച്ച് പരിശോധിച്ച് ഉറപ്പിക്കുക. പ്രൈമറി സൈഡിൽ ചെയ്യുന്നത് പോലെ വൈൻഡിംഗ് തുടരുക. ട്രാൻസ്ഫോമറിന് ഒന്നോ അതിലധികമോ സെക്കൻഡറി വൈൻഡിങ്ങുകളോ ടാപ്പ് ചെയ്ത വൈൻഡിങ്ങുകളോ നൽകാം. വൈൻഡിങ്ങിന്റെ അവസാനം വൈൻഡിങ്ങിൽ ഇൻസുലേഷൻ പൊതിഞ്ഞ് കെട്ടുക. വൈൻഡിങ്ങുകൾ വൈൻഡിങ്ങിനെ പൂർണ്ണമായും മൂടണം. ചുരുക്കുകളില്ലാത്തതായിരിക്കണം. കൂടാതെ ഫ്ലാഞ്ചിന്റെ കോയിൽ ഡിസ്കിന് അപ്പുറം പ്രൊജക്ട് ചെയ്യരുത്. ലീഡിന്റെ കൃത്യമായ ടെർമിനേഷന് കോയിൽ പരിശോധിക്കുകയും എടുത്ത ടൈം പ്ലേറ്റും ഡാറ്റയും ഉപയോഗിച്ച് വലുപ്പം പരിശോധിക്കുകയും ചെയ്യാം. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റിക്കും ഷോർട്ട് സർക്യൂട്ടിനുമായി വൈൻഡിങ്ങുകൾ പരിശോധിക്കുക. മൾട്ടിമീറ്ററിന്റെ കണ്ടിന്യൂറ്റി മോഡൽ സെറ്റ് ചെയ്ത് പ്രോബുകൾ പ്രൈമറി വൈൻഡിങ്ങിനിടയിൽ സ്ഥാപിക്കുക. അതായത് സ്റ്റാർട്ടിംഗ് എൻഡിംഗ് ടെർമിനലുകൾക്കും സെക്കൻഡറി വൈൻഡിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങിനും ടാപ്പിങ്ങുകൾക്കും ഇടയിൽ സ്ഥാപിക്കുക. ബീപ്പ് ശബ്ദത്തിന് തുടർച്ചയുണ്ടെന്ന് ഉറപ്പാക്കുക. ഷോർട്ട് സർക്യൂട്ടുകൾ പരിശോധിക്കുന്നതിന് ഏതെങ്കിലും പ്രൈമറി സെക്കൻഡറി ടെർമിനലുകൾക്കിടയിൽ മൾട്ടിമീറ്റർ പ്രോബുകൾ ഓരോന്നായി സ്ഥാപിക്കുകയും ബീപ്പ് ശബ്ദമൊന്നും ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യുക. ട്രാൻസ്ഫോമർ കോറുകളുടെ അടുക്കൽ ഇരുവശത്തു നിന്നും ബോബിനിലേക്ക് ഒരു ലാമിനേഷൻ കയറ്റി വയ്ക്കുക. ഇടതുവശത്ത് നിന്നും ചേർത്തതിന് താഴെ വലതുവശത്തെ ലാമിനേഷനുകൾ സ്ഥാപിക്കുക. ഇടതുവശത്തുള്ള ഈ പീസിന്റെ സ്വതന്ത്രമായ അറ്റത്ത് ഒരു ലാമിനേഷൻ വയ്ക്കുക. ഐയിലെ സ്ലോട്ട് വലതുവശത്തുള്ള ലാമിനേഷനിലെ അനുബന്ധ സ്ലോട്ടിന് മുകളിലാണെന്ന് ഉറപ്പാക്കുക. ഈ ലാമിനേഷനിൽ ലാമിനേറ്റ് ചെയ്ത അസംബ്ലി നിരപ്പിലും പരന്നും ആയിരിക്കണം. എതിർവശത്ത് നിന്ന് രണ്ടാമത്തെ ആകൃതിയിലുള്ള ലാമിനേഷനുകൾ കയറ്റി വയ്ക്കുക. ഇത് ബോബിനുമായി നന്നായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പൊസിഷനിൽ ഒരു ആകൃതിയിലുള്ള ലാമിനേഷൻ കയറ്റി വയ്ക്കുക. ആദ്യത്തെ ലാമിനേഷനുമായി അത് ഫ്ലാറ്റായാണ് കിടക്കുന്നു എന്ന് ഉറപ്പാക്കുക. അതുപോലെ ലാമിനേഷനുകൾ ഗ്യാപ്പുകളില്ലാതെ മാറ്റി മാറ്റി വയ്ക്കുക. എല്ലാ നിർദ്ദിഷ്ട അളവിലുള്ള ലാമിനേഷനുകളും ചേർക്കുമ്പോൾ ലൂസ് ലാമിനേഷൻസ് മുതൽ കൃത്യമായ ഇന്റർപോളേറ്റ് ചെയ്ത ലാമിനേഷൻസ് വരെ അസംബ്ലിക്ക് കൃത്യമായ അളവുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുക. അസംബ്ലിയിൽ ഒറിജിനലിൽ ഉണ്ടായിരുന്നതുപോലെ മുകളിലും താഴെയുമുള്ള ക്ലാമ്പ് പ്ലേറ്റുകൾ ഘടിപ്പിക്കുക. ലാമിനേഷനുകളിൽ കോർ സ്ലോട്ടുകൾ വിന്യസിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിക്സിംഗ് ബോൾട്ട്സ് എളുപ്പത്തിൽ കയറ്റാൻ കഴിയുമെന്ന് ഉറപ്പാക്കുക. ക്ലാമ്പ് പ്ലേറ്റുകളുടെ ഫിക്സിംഗ് ബോൾട്ടുകൾ തള്ളുക. നിർദ്ദിഷ്ട ഫാസ്റ്റനറുകൾ ഉപയോഗിച്ച് അസംബ്ലി ശക്തമാക്കുക. എയർ ഡ്രൈ വാർണിഷിൽ മുക്കി ട്രാൻസ്ഫോമർ വാർണിഷ് ചെയ്ത് ഉണക്കുന്നതിനായി തൂക്കിയിടുക. ലീഡ് ഔട്ട് വയറുകൾക്ക് മുകളിൽ നിർദ്ദിഷ്ട ഇൻസുലേറ്റിംഗ് സ്ലീവ് ഘടിപ്പിക്കുക. നിർദ്ദിഷ്ട ടെർമിനൽ ബോർഡ് കണ്ടെത്തി ഓരോ ലീഡും നിർദ്ദിഷ്ട ദ്വാരത്തിലൂടെ കടത്തിയിടുക. എല്ലാ സ്ലീവ് ചെയ്ത എല്ലാ ലീഡുകളും ശരിയായി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. സ്ലീവ് ചെയ്ത എല്ലാ ലീഡുകളും ഇൻസുലേഷൻ നീക്കം ചെയ്ത ഭാഗം ടെർമിനൽ ബോർഡിൽ ദൃശ്യമാകാത്ത വിധം ഓരോ ദ്വാരത്തിലും അവസാനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ടെർമിനൽ ബോർഡ് യഥാസമയത്ത് പ്ലേസ് ചെയ്യുക. നിർദ്ദിഷ്ട സ്റ്റൺസ് ഉപയോഗിച്ച് ടെർമിനൽ ബോർഡ്സ് സുരക്ഷിതമാക്കുക. ടെർമിനൽ ബോർഡിനും കോറിനും ഇടയിൽ ലീഡുകളൊന്നും കുടുങ്ങിയിട്ടില്ലെന്ന് പരിശോധിക്കുക. ഓരോ ലീഡ് ഔട്ട് വയറിനും അതിന്റെ സോൾഡറിംഗ് ടാഗിനുമിടയിൽ നിർദ്ദിഷ്ട മെക്കാനിക്കൽ ജോയിന്റ് രൂപപ്പെടുത്തുക. ഓരോ ജോയിന്റും സോൾഡർ ചെയ്ത് അധിക വയർ അറ്റങ്ങൾ കട്ട് ചെയ്യുക. ഒരു മെഗർ ഉപയോഗിച്ച് കണ്ടിന്യൂറ്റിക്കായി പ്രൈമറി സെക്കൻഡറി വൈൻഡിങ്ങുകൾ പരിശോധിക്കുക. പ്രൈമറി സെക്കൻഡറി വൈൻഡിംഗ് റെസിസ്റ്റൻസ് അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. വൈൻഡിങ്ങുകൾക്കും ഫ്രെയിമിനുമിടയിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുക. റേറ്റ് ചെയ്ത വോൾട്ടേജുമായി ട്രാൻസ്ഫോമറിന്റെ പ്രൈമറി വൈൻഡിംഗ് കണക്ട് ചെയ്യുക. സെക്കൻഡറി വൈൻഡിംഗ് ഓപ്പൺ ആയി നിലനിർത്തിക്കൊണ്ട് പ്രൈമറി സെക്കൻഡറി വോൾട്ടേജുകൾ പരിശോധിക്കുക. ഇത് ടാബുലേഷനിൽ രേഖപ്പെടുത്തുക. കോറിന്റെ വൈബ്രേഷൻ ശബ്ദം നിരീക്ഷിക്കുക. ഇത് അസാധാരണമാണെങ്കിൽ സ്റ്റാമ്പിംഗ് ശക്തമാക്കുക. കോയിലിന്റെ ടൈറ്റ്നസ്സും പരിശോധിക്കുക. ട്രാൻസ്ഫോമർ അനുയോജ്യമായ ലോഡുമായി ബന്ധിപ്പിക്കുക. അങ്ങനെ പൂർണ്ണ ലോഡ് കറണ്ട് സെക്കൻഡറിയിലൂടെ കടന്നുപോകുന്നു. ലോഡിലെ വോൾട്ടേജും കറണ്ടും രേഖപ്പെടുത്തുക. തുടർച്ചയായി 8 മണിക്കൂർ ട്രാൻസ്ഫോമർ ഫുൾ ലോഡിൽ വയ്ക്കുക. സ്പർശിക്കുന്നതിലൂടെ വൈൻഡിങ്ങിന്റെയും കോറിന്റെയും താപനിലയിലെ മാറ്റം നിരീക്ഷിക്കുക. താപനില വർധനവ് ഇൻസുലേഷന്റെ ക്ലാസിനുള്ളിൽ ആണെങ്കിൽ ട്രാൻസ്ഫോമർ ഓക്കെയാണ്. വൈൻഡിങ്ങിന് ശേഷമുള്ള ട്രാൻസ്ഫോമറിന്റെ പരിശോധന. ഇനി പറയുന്ന ഡാറ്റ ശേഖരിക്കുക. ഔട്ട്പുട്ട് പവറും ഫ്രീക്വൻസിയും, ഇൻപുട്ട് ഔട്ട്പുട്ട് വോൾട്ട്, ഡ്യൂട്ടി റേറ്റിംഗ് വെരിഫൈ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇവ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രാൻസ്ഫോമർ കോറുകൾ ഡിസ്മാൻഡിൽ ചെയ്ത് പ്രൈമറി സെക്കൻഡറി വൈൻഡിംഗ് വയറുകളുടെ സൈസ് നിർണ്ണയിക്കുക.
പ്രൈമറി സെക്കൻഡറി വൈൻഡുകൾ ബോബിന് മുകളിൽ വൈൻഡ് ചെയ്യുക. കോറുകൾ അടുക്കി ഒരു ടെർമിനൽ ബോർഡിൽ വൈൻഡിംഗ് അവസാനിക്കുന്ന രീതിയിൽ ടെർമിനേറ്റ് ചെയ്യുക. ഇൻസുലേഷൻ, ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ, പെർഫോമൻസ് എന്നിവയ്ക്കായി ട്രാൻസ്ഫോമർ പരിശോധിക്കുക. ഒരു ചെറിയ ട്രാൻസ്ഫോമറിന്റെ വൈൻഡിംഗ് പരിശീലനത്തിനുള്ള എക്സസൈസ് ഇവിടെ അവസാനിക്കുന്നു. കണ്ടതിന് നന്ദി. അടുത്ത എക്സസൈസിൽ വീണ്ടും കാണാം.